അഖിൽമാരാരുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആദ്യമേ നിങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. പിന്നീട് ഒരു ചാനലിൽ ഞാനിങ്ങനെ കണ്ടു ഭയങ്കര കൂട്ടായിട്ടൊക്കെ നിൽക്കണം. അപ്പൊ ഇതിന്റെ ഇടയിൽ സംഭവിച്ച നമ്മൾ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതായത് കൂട്ടായ ഒരു സമയത്ത് അഭിപ്രായങ്ങളോട് വ്യത്യാസം എനിക്ക് എല്ലാവരോടും ഉണ്ട്. എനിക്ക് നിങ്ങളോടും ഉണ്ടാവും, വേറെ എല്ലാവരോടും ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേഴ്സണലി ഞാൻ എടുക്കാറില്ല. എനിക്കത് അങ്ങനെ താല്പര്യമില്ല. പേഴ്സണലി റിവെഞ്ച് വെച്ചിട്ട് ഗ്രഡ്ജ് വെച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യം. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ ലൈഫിൽ. ഇല്ല, കംപ്ലീറ്റ്ലി അല്ല പറയുന്നത്, ചിലരോടൊക്കെ ഉണ്ട്. മാരാരുടെ കേസിൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, മാരാര ഒരു ഷോയുടെ ഭാഗമായിട്ട് വന്നു, അയാൾക്ക് എന്നെ അറിയുണ്ടായിരുന്നില്ല. ആ ഒരു ചാനൽ ചർച്ചയിൽ അയാൾ കുറേ പറഞ്ഞു. ഞാൻ നോക്കുന്ന സമയത്ത് ഒരു സീനിയർ പ്രൊഡ്യൂസർ അതിനകത്തുണ്ട്. പിന്നെ ഞാൻ പോകുമ്പോൾ തന്നെ എനിക്കറിയാം ബേസിക്കലി ആ ചാനൽ എന്ത് ചാനലാണെന്നുള്ളത്. പിന്നെ അഖിൽ മാരാർ വന്ന് ആഡ് ആവുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്കറിയാം ഗസ്റ്റ് ലിസ്റ്റ് എന്താണെന്ന് എനിക്കറിയാം. ഗസ്റ്റ് ലിസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ഞാൻ വിമർശിച്ച സിനിമയുടെ റൈറ്റർ അഖിൽ മാരാർ, പിന്നെ ആ ഒരു സീനിയർ പ്രൊഡ്യൂസർ. സോ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയപ്പോൾ ഇവർ മൊത്തം ഒരു റൈറ്റ് വിങ് ചായ്വുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ, ഞാൻ അവിടെ പോയിട്ട് ഞാൻ മിണ്ടി തുടങ്ങിയാൽ അവർക്ക് വീണ്ടും എൻ്റെ തലയിൽ കയറാൻ പറ്റും. ഒറ്റയ്ക്ക് വേട്ടയാടപ്പെട്ടു എന്ന് തോന്നിയോ? ഇല്ല, ഞാൻ ശരിക്കും അവിടെ ഗെയിം കളിക്കാണ്ടായി. പിന്നെ എനിക്ക് ബേസിക്കലി ഷോ ചെയ്യേണ്ടത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്നെ അവിടെ അവർ ഒറ്റപ്പെടുത്തി. വേട്ടയാടൽ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ ഒറ്റപ്പെടലാണല്ലോ. അപ്പം അത് വർക്കൗട്ടായി. അതായത് എന്നെ അവിടെ കൊണ്ടുവരുത്തിട്ട് അവർ ബേസിക്കലി അതിൻ്റെ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ ഹെഡിങ്. യൂട്യൂബർമാരെ ഒറ്റപ്പെടുത്തി വേട്ടയാടുന്നു എന്നുള്ള സാധനം അവിടെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് ഒരു സൈഡിൽ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ആവശ്യം. അല്ല ഞാൻ ചുമ്മാ പോയിട്ട് അവിടെ പോയിട്ട് ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മാരാർ വന്നു, അയാൾ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അവിടെ എല്ലാ പ്രശ്നം ഉണ്ടായി. എനിക്ക് അതുകൊണ്ടൊന്നും മാരാരോട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം രാത്രി മാരാർ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ISI ബന്ധമുള്ള എന്തോ ഒരു IT സെല്ലിൻ്റെ ഓപ്പറേറ്റർമാരാണ് ഞാനും ഖാദർ കരിപ്പൂടി എന്ന് പറഞ്ഞുള്ള ഖാദർ ഭായി ഞാനും SDPI ബന്ധമുണ്ട് IT സെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിക്കും പ്രശ്നമായി. ബേസിക്കലി എൻ്റെ വീട്ടുകാർ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇടപെടില്ല. എൻ്റെ നേച്ചർ അവർക്ക് അറിയാം. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വൈഫാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ മൈൻഡേ ഇല്ല. ഞാൻ പറയും നിങ്ങളെ പണി നോക്കിയാൽ ഞാൻ എൻ്റെ പണി നോക്കിക്കൊണ്ട്. പക്ഷേ ഇത് അന്ന് വീട്ടിൽ ഭയങ്കര സീനായി. അമ്മേനൊക്കെ ആരൊക്കെയോ അച്ഛനൊക്കെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലും വൻ സീന്. അങ്ങനെ ഞാൻ മാരാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നിങ്ങളിത് പിൻവലിക്കണം. കാരണം എൻ്റെ രാഷ്ട്രീയം എന്താ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചുമ്മാ വന്നിരുന്നിട്ട് ഞാൻ മറ്റേ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ അങ്ങേരും ഒന്ന് അന്വേഷിച്ചു തോന്നുന്നു. അപ്പോൾ ഞാനും വിളിച്ചു, മറ്റേ വേറെ ആളെ പേരുണ്ടല്ലോ അങ്ങേരും വിളിച്ചു. അങ്ങനെ അതിലൊരു മാപ്പ് പറഞ്ഞ് മൂപ്പര് പിറ്റേ ദിവസം വേറെ പോസ്റ്റ് ഇട്ട് പിന്നെ അവിടുന്ന് നല്ല കമ്പനിയാണ്. ഈ വാർത്തയൊക്കെ ആര് പടച്ചു വിടുന്നടാ എന്നൊക്കെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു വാർത്ത ഉണ്ടോ? അതിഷ്ടം പോലെ, അത് കുറേ വന്നില്ല. ഇന്ന് രാവിലെയും കണ്ടു ഞാനൊരു വാർത്ത. സീതാരാമം, ദുൽഖർ സൽമാൻ രാമനായിട്ട് കുറേ തെലുങ്കിലുള്ള ഹിന്ദുക്കളെ പറ്റിച്ച് ഫാൻസിന് ഉണ്ടാക്കി എന്നുള്ളൊരു ന്യൂസ്. ഞാൻ ആകെ അന്നുകൊണ്ട് ഏതാടാ ഈ ഡാഡിലെസ് ഇതുണ്ടാക്കി. സത്യം പറയാം, ഇവൻ ആരടത്? ട്വിറ്ററാണ് ഏറ്റവും രസം. എല്ലാവരും ട്വിറ്റർ ആക്സസ് ചെയ്ത് നോക്കിയാൽ അറിയാം. വണ്ടമാനം. ഇപ്പോൾ ഈ 2 ദിവസം മുന്നേ കരിക്കിൻ്റെ പഴയ പോസ്റ്റ് കുത്തിപ്പൊക്കിയിട്ട്, കരിക്കിലൊരു ക്യാരക്ടർ ഉണ്ട് മാമനോട് മറ്റേത് മാമനോടും തോന്നല്ലേ, ഹിന്ദുവായ മാമനെ മുസ്ലിം കല്യാണത്തിന് പോയി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആര് കുത്തിപ്പൊക്കി വിടണമെന്നാണ്. ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എത്രയായിരുന്നു? 17,000 അതെന്തോ. ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് ഈ ഉക്രൈൻ റഷ്യ വാർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പിന്ന് വന്നില്ല. മാർച്ച് ആയപ്പോഴും പിന്ന് വരുന്നില്ല. മാർച്ച് മാസം വന്ന് പിന്ന് വരുന്നില്ല. അപ്പോഴാണ് മറ്റേ അമ്മായിമ്മ തേങ്ങയും കൊണ്ട് ഓടിയത് ഉടയ്ക്കാൻ. സ്നേഹം വിശ്വാസിയോ വീട്ടുകാരും വിശ്വാസിയോ. അപ്പോൾ പിന്ന് വരുന്നില്ല എന്ന് അവർക്ക് അറിയാം. ഇവർ അമ്പലമൊക്കെ പോയി തേങ്ങ ഉടക്കുന്നുണ്ട്. പിന്ന് വരാൻ വേണ്ടി അവരെല്ലാം തേങ്ങ ഉടയ്ക്കും. എന്തിനും ജലദോഷം മാറാൻ പനിയും ഒക്കെ തേങ്ങ ഉടയ്ക്കും. ഇവളെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ തേങ്ങ ഉടച്ചിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ ആ ചെങ്ങാതി ആ സാധനം കൊണ്ടുവന്ന്. ഇത് ഞാൻ അതിൻ്റെ ബാക്കിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പഴയ അഡ്രസ്സ് ഞാൻ മാറ്റി, മുനിസിപ്പാലിറ്റി പോയി അഡ്രസ്സ് വേറെ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് പറയാം. വർഷങ്ങളായി മാറിയ അഡ്രസ്സാണ് അത്. അവിടെ പോയി ആരും അപ്ഡേറ്റ് ചെയ്തില്ല. അത് മാറ്റി ഞാൻ മറ്റേ പോസ്റ്റ്മാനൊക്കെ ഉണ്ട്, അയാളെ കയ്യിൽ പൈസ കൊടുത്ത് കൈക്കൂലിയും കൊടുത്ത് അയക്കും. എങ്ങനെയും കൊടുന്ന് ഏട്ടാന്ന് പറഞ്ഞിട്ട് അതും കൊടുത്ത് പോസ്റ്റ് മാസ്റ്ററൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഗൂഗിളിൻ്റെ സാധനം വരിക എന്നുള്ളത് വേറൊരാളെ കവർ ചെയ്യാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് എന്നിട്ടൊക്കെ ഈ സാധനം വീട്ടിലെത്തണേ. 37 വളരെ സുഖമായിട്ട്. ഞാൻ ഒരു തേങ്ങ ഉടച്ചിട്ടുണ്ട് പറഞ്ഞു, ഗേറ്റിൽ ആൾ വരുന്നു, സാധനം കിട്ടും. സ്നേഹ സമാധാനമായി, തേങ്ങ ഉടച്ചത് നന്നായി. ഈ 2 തേങ്ങ കൂടി ഉടയ്ക്കാൻ പോകും. ചേച്ചി വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ തേങ്ങ ഉടച്ചുകൊണ്ടാണ്. ഞാൻ യൂട്യൂബിൽ ഹിറ്റായത് വരെ ഏതോ ദൈവമാണെന്നാണ്. എന്തിന് ആ ഉണ്ണിമുന്തൻ ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ അവള് അയ്യപ്പാ സമാധാനമായി എന്നൊക്കെ.
ഞാൻ സീരിയസായിട്ട് അവൾക്ക് അങ്ങനെയാണ്, അവൾ ഭയങ്കര വിശ്വാസിയാണ്. ഞാൻ നേരെ ഓപ്പോസിറ്റ്, എനിക്ക് വിശ്വാസമില്ല. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണേയില്ല. വിശ്വസിച്ചൊരു സമയം ഉണ്ടായിരുന്നു, ഇപ്പം ഞാനല്ല. ഇപ്പം കുറേ ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു ദൈവം എന്ന് പറഞ്ഞ ഫാക്ടറിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.